എന്നിട്ട് തട്ടുമുട്ടും കിടക്കട്ടെ അവിടെ വലിയ കൊഞ്ച് കിടക്കട്ടെ വരണം. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഷോപ്പോ ഒരു സ്ഥലത്തേക്കോ അല്ല, നമ്മൾ വന്നിരിക്കുന്നത് CCOK ത്രൂ ആയിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ ഒരു മീറ്റപ്പിനാണ് വന്നിരിക്കുന്നത്. നോർമൽ ഒരു യൂട്യൂബേഴ്സിൻ്റെ മീറ്റപ്പ് എന്നൊക്കെ പറയുമ്പോൾ റിസോർട്ടോ അല്ലെങ്കിൽ വല്ല ഹോട്ടലോ അങ്ങനത്തെ സംഭവമൊക്കെ അല്ല നമ്മൾ കൂടുതൽ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് കായൽ, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മീറ്റപ്പാണ് കേട്ടോ. ഇന്ന് നമ്മൾ പോണത് ആ ഒരു JK റോയൽ ക്രൂസിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 100 ആളുടെ ഒരു പ്രോഗ്രാമാണ് ഈ ഒരു മീറ്റപ്പിൽ. രാവിലെ ഒരു 10 മണിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മണി വരെ ഫുൾ ചിലപ്പ് കുറേ യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് നോക്കാം, നമുക്ക് ഫുൾ യൂട്യൂബേഴ്സ് വന്നിട്ടുള്ളത്. അവിടെയൊക്കെ എണ്ണ എടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ മുകളിൽ പോയിട്ട് നോക്കാം. എന്തായാലും ഈ ഒരു ബോട്ട് JK റോയൽ ക്രൂസ് ഇത് നമുക്ക് കൊല്ലത്തിലാണ് വരുന്നത്. അപ്പോൾ കൊല്ലത്ത് ഇങ്ങനെ ഒരു ബോട്ടിങ് എക്സ്പീരിയൻസ്, ഹൗസ് ബോട്ട് എക്സ്പീരിയൻസ് സംഭവം ഉള്ളിൽ കയറിയിട്ട് നോക്കാം എങ്ങനെയാണ് ഇവരുടെ ഫുൾ വൈബ് കാര്യങ്ങളും. അതുപോലെ എന്ന് വെച്ചാൽ ഫുൾ വൈബാണ്, ചില്ലാണ്. നമുക്ക് എന്തായാലും അകത്തേക്ക് കയറി നോക്കാം. അതിന് മുന്നേ പുറത്തത്തെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. കുറച്ചുകൂടി പൊക്കത്തിൽ കയറി നിന്നിട്ടുണ്ട്. കുറേ യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. ആ യൂട്യൂബേഴ്സൊക്കെയാണ് ഈ കാണുന്ന യൂട്യൂബേഴ്സ് കേട്ടോ. ഒരു 100 ആളുടെ പ്രോഗ്രാമാണ്. അതുപോലെ നമുക്ക് ഈ ഒരു മീറ്റപ്പ് വന്നിരിക്കുന്നത് CCOK കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരള. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരളയുടെ ഫൗണ്ടറാണ് കേട്ടോ. അപ്പോൾ കാണുന്ന ഫുൾ യൂട്യൂബേഴ്സാണ്. കുറേ നിങ്ങൾ കണ്ടിട്ടുള്ള മുഖങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടുന്നൊക്കെ ഫുൾ കണ്ടിട്ടുള്ള മുഖങ്ങളാണ്. അപ്പോൾ ഇവർ ഓരോരുത്തരായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയം. അതെ രാജേച്ചി ഒരു ഹായ് എല്ലാവരും. പിന്നെ നമ്മുടെ മണിയമ്മ മാമുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ കുറേ യൂട്യൂബേഴ്സിനൊക്കെ നമുക്ക് കഴിഞ്ഞ് വഴിയെ പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ അകത്ത് കയറിയിട്ട് നോക്കാം നമുക്ക്. എന്തായാലും വെയിറ്റിംഗ് ആണ്, എക്സൈറ്റഡ് ആണ്. ആ ഒരു JK റോയൽ ക്രൂസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്, എക്സൈറ്റഡ് ആണ്. ഇതാണ് ശരിക്കുള്ള എൻട്രൻസ് വരുന്നത് കേട്ടോ. ഇത് ഗവൺമെൻറ് ഓഫ് കേരള കൊല്ലം. അപ്പോൾ ഇത് നമ്മുടെ ക്രൂയിസ് JK റോയൽ ക്രൂയിസ് അതിലേക്കാണ് കയറാനായിട്ട് പോകുന്നത്. ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. എവിടെയാണ് എൻട്രൻസ് വരുന്നത് കേട്ടോ. കുറേ പേര് നമ്മുടെ യൂട്യൂബേഴ്സൊക്കെ ഇതാ ലൈനായിട്ട് നിൽക്കുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ നമ്പർ എപ്പോഴാണ് വരാമോ? ഒക്കെ അവിടെ ബിസിയാണ്, ഒക്കെ വീഡിയോസ് എടുക്കാനുള്ള ബിസിയാണ് കേട്ടോ. കുറേ പേരുണ്ട്. അങ്ങനെ ഒരു 100 ആളുടെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഡാൻസും പാട്ടും രാഗം അങ്ങനെ എല്ലാം കൂടി ആയിട്ടുള്ള ഒരു വലിയൊരു എൻജോയ്മെൻ്റ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ നമ്മുടെ മണിയമ്മ മേഡം കൂടി ഉണ്ട് ഞങ്ങളുടെ വീഡിയോയിൽ, അതും കൂടി പറയാണ് കേട്ടോ. ഒരു ഹായ് പറഞ്ഞോ. ഇപ്പൊ ഏതൊക്കെ സ്പോർട്സ് കാറോ എന്തൊക്കെ ഭയങ്കര BMW ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനാദ്യം തന്നെ ഒരു കോൺഗ്രാറ്റുലേഷൻ, താങ്ക് യു. അപ്പോൾ പോവാം നമുക്ക്. അപ്പോൾ ഞങ്ങളുടെ കൂടെ എല്ലാവരും യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പോവാട്ടോ. കയറാം നമുക്ക്. CCOKൻ്റെ ആ ഒരു ഇത് വെച്ചിട്ടുള്ള CCOKയുടെ ബോർഡ്. CCOK full group content creators of Kerala ki jai. ഓരോരുത്തരെയും മാല ഇട്ടുകൊണ്ടാണ് അവർ വെൽക്കം ചെയ്യുന്നത്. എൻ്റെ നമ്പറും എത്തി, എനിക്കും കിട്ടിയ ഒരു മാല. ഒരുപാട് ബോട്ടിൽ കയറിയിട്ടുണ്ട്, പക്ഷെ ലക്ഷറി ബോട്ടിൽ ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നന്നായിട്ടുണ്ട് കേട്ടോ. എനിക്ക് കല്യാണം കഴിയുമ്പോൾ കെട്ടിയവനിട്ട് തന്നത്, അത് കഴിഞ്ഞപ്പോൾ ഇപ്പോഴും മാല കിട്ടുന്നത്. അപ്പോൾ അത് എല്ലാവരും കയറിയിട്ടുണ്ട്. അപ്പോൾ അടിയിലത്തെ ഒരു ഫ്ലോറും അതുപോലെ ഗ്രൗണ്ട് മുകളിലും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിൽ വിശാലമായിട്ട് കയറാൻ പോവുകയാണ്. ഇതവിടെ എൻട്രൻസിൽ എല്ലാവർക്കും മാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാ മാലയിട്ട് എല്ലാവരെയും കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോവാം. പാട്ട് രാഗമൊക്കെ ഉണ്ട്. ഫുൾ ചിൽ കിടക്കട്ടെ അവിടെ കെട്ടിയാൽ അവിടെ ഇരിക്കട്ടെ. ഈ ഒരു ഓപ്പൺ സ്പേസിൽ അത്യാവശ്യം ചില്ല് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആണ്. ബാർ കൗണ്ടറും വരുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ 2 വാഷ്റൂമും ഉണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഒഫീഷ്യൽ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരളയുടെ ഫൗണ്ടറാണ് റോബിൻ ജി. നമ്മുടെ ഒഫീഷ്യൽ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു 11-11:30 ആയിട്ടുണ്ട്. അപ്പോഴേക്കും മിഡ് മീലിന്റെ വിളി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കിയാലോ. ഇപ്പൊ മിഡ് ടൈം മീലാണ് കേട്ടോ. മിഡ് ടൈമിൽ വരുന്നത് കപ്പയും അതുപോലെ തന്നെ മീൻ കറി. മീൻ വറ്റിച്ചതല്ലേ. പിന്നെ ഇതെന്താ, എന്ത് ചട്നി, സൂപ്പർ ചട്നി കേട്ടോ. ഇതാ അടിപൊളി ചട്നി. പിന്നെ നമുക്ക് വരുന്നത് നല്ല വറ്റിച്ച മീൻ, പിന്നെ ഉള്ളത് കപ്പ. കുട്ടിയെ വിടയ്ക്ക് പോണ് വയ്യ പിടിച്ചു നോട്ടാ. നീന്താനറിയോ?
നമ്മുടെ ഡ്രൈവർ ചേട്ടന്റെ ഡ്രൈവർ എന്ന് ഞാൻ പറയണത് ഇതിന് എന്താ പറയാ സാധാരണ? ഇതിന്റെ പോസ്റ്റിംഗിന്റെ പേര് സ്രാങ്ക് എന്നാണ്. ബസ് ഓടിക്കുന്ന ആളാ ഡ്രൈവർ, ഇതിന് ഷ്രാങ്ക് എന്നാ പറയട്ടെ. ഇതെനിക്ക് ഒരു പുതിയ അറിവാണ്. 2 മിനിറ്റ് ഞാനൊന്ന് ഷ്രാങ്ക് ചെയ്തോട്ടെ. 2 മിനിറ്റ് ഇല്ല, 1 മിനിറ്റ് വേണേ തരാം. എന്നാ 1 മിനിറ്റ് ഓടിക്കാനുള്ള ഒരു ലൈസൻസ് ഞാനൊന്ന് ഇരുന്നോട്ടെ. ഓക്കെ, സെറ്റ്. നമ്മളൊന്ന് നോക്കാം, ബാക്കിയുള്ളവർ പറയും എന്താ നീങ്ങാത്തേന്ന്. ഇതിപ്പോ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ തിരിക്കേണ്ടത്? നേരെ പോട്ടെ. നല്ല സുഖല്ലേ, നമ്മള് കാർ ഓടിക്കുന്ന പോലെ തന്നെ ഒരു ഫീലിങ്. ഇതിന് ഗിയറൊക്കെ ഉണ്ടാ? ഗിയറൊക്കെ ഉണ്ടാ? ഇതൊക്കെ എന്താ ഗിയറാണോ? ഇത് ഗിയർ, ഇത് ആക്സിലേറ്റർ. അത് പഠിക്കണല്ലേ, നല്ല ശരിയാവുള്ളൂ, സെറ്റ് ആവുള്ളൂ അല്ലേ? ചേട്ടന്റെ പേര്? എന്റെ പേര് മോഹനൻ. എത്ര നാളായി ഇപ്പൊ? ഞാനിപ്പോ ഈ മേഖലയിൽ ഒരു 14 വർഷമാകുന്നു. ഇത് ശരിക്കും എക്സാക്ട് ലൊക്കേഷൻ എവിടെ വരുന്നത്? നമുക്കിത് ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ അഷ്ടമുടി കായലിന്റെ മധ്യഭാഗമായിട്ട് വരും. അതായത് ആ നിയർ റൈറ്റ് സൈഡ് കാണുന്നത് അഷ്ടമുടി ജലറാണി പള്ളി എന്ന് പറയും. ജലറാണി പള്ളി ക്രിസ്ത്യൻ പള്ളിയാണത്. അതിൻ്റെ അപ്പുറത്ത് വീരഭദ്രൻ നട എന്ന് പറയുന്ന ഒരു ഉരുളിച്ച നേർച്ചയായിട്ട് നടത്തുന്ന ഒരു ക്ഷേത്രമാണ് ആ ദൂരെ കാണുന്നത്. കുട്ടികളില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പല ആഗ്രഹങ്ങൾ അനുസരിച്ച്, ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് അവർ അവിടെ അങ്ങനെ അഭ്യർത്ഥിക്കുന്ന അങ്ങനെ ഒരു ഉരുളിച്ച എന്ന് പറയും 28ാം ഓണത്തിന്. അങ്ങനെ അപ്പൊ നമുക്ക് ഇത് കൊല്ലത്ത് നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷന്റെ അവിടുന്ന് 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണല്ലോ. എത്ര ആൾക്ക് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും? ഇതിനകത്തിപ്പോ ഒരു 80-100 പേര് വരെയൊക്കെ പോകാൻ പറ്റും. 100 ആൾക്ക് കേട്ടോ, 100 ആൾക്ക് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. ഞാനും എക്സൈറ്റഡ് ആണ്. ആ ഒരു വ്യൂ കണ്ട, ഫ്രണ്ടിലത്തെ വ്യൂ അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇവിടുന്ന് ആ മുകളിൽ ഇരിക്കുന്നതും ഇവിടെ നിൽക്കുന്നതും രണ്ടും തമ്മിൽ വ്യത്യാസം, ഭയങ്കര വ്യത്യാസമുണ്ട്. പിന്നെ ഇവരുടെ ടീം നമ്മുടെ നേരത്തെ വെള്ളമൊക്കെ എടുത്ത് തന്നെയായിരുന്നു. എൻ്റെ പേര് അനുകൃഷ്ണനാണ്, JK റോയൽ ക്രൂസിന്റെ ക്രൂസ് മാനേജർ. ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ട് ഈ ഒരു ഹൗസ് ബോട്ടിൽ? നമ്മുടെ JK റോയൽ ക്രൂസിന്റെ ടൈമിംഗ് ആണ് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ നീണ്ട 7 മണിക്കൂറാണ്. 7 മണിക്കൂർ ഒരുപാട് വൈവിധ്യങ്ങളാർന്ന മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുപോകുന്നത്. നമ്മൾ കയറിയ സ്ഥലം എന്ന് പറയുന്നത് KSRTC സ്റ്റാൻഡേർഡുള്ള ബോട്ട് ജെട്ടി, അഡ്വഞ്ചർ പാർക്ക്, തേവള്ളി പാലം, റാവിസ് ഹോട്ടൽ, വിളക്കമ്മ ബൈപ്പാസ് പാലം, സാമ്പ്രാണിക്കൊടി, അഷ്ടമുടിക്കാലം, കല്ലടയാറും കൂടി സംഗമിക്കുന്ന സ്ഥലം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇടത് സൈഡിൽ കാണുന്നതാണ് അഷ്ടമുടി ജലറാണി പള്ളിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം. നീളം കൊണ്ട് ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണെങ്കിൽ ആഴം കൊണ്ട് ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായലിലൂടെയാണ് ഒരു ദിനം നമ്മൾ ചെലവഴിച്ചു പോകുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ എതിർവശം കാണുന്നതാണ് ക്ലബ് മഹേന്ദ്ര റിസോർട്ടാണ്. ചവറ തെക്കും ഭാഗത്ത് കാണുന്ന ക്ലബ് മഹേന്ദ്ര റിസോർട്ട്. ഇതൊക്കെ പോട്ടെ. ഇത് ഇപ്പൊ നമ്മൾ ഒരാൾ വരാണെങ്കിൽ എങ്ങനെയാണ് ബുക്കിംഗ് ആണോ, എങ്ങനെയാണ് ഇതിന്റെ? ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്, ഓഫ്ലൈൻ ബുക്കിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഓൺലൈനാണെങ്കിൽ വെബ്സൈറ്റ് ഏത് വരും? വെബ്സൈറ്റ് JK റോയൽ ക്രൂസ് സെന്ററിന്റെ സൈറ്റ് ഉണ്ട്. ഇവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതുപോലെ FB ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാം ആക്റ്റീവ് ആണ്. അപ്പോൾ ഏതിൽ വേണമെങ്കിലും നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബുക്ക് ചെയ്യുമ്പോൾ ഫുൾ എത്ര ആൾ മിനിമം നമുക്ക് എടുക്കാൻ പറ്റും? 50 ആളോ? ഒരാൾ ഉണ്ടെങ്കിലും പോവും. 85 പേരുണ്ടെങ്കിൽ നമ്മുടെ ബോട്ട് പോകും. ഒരാൾക്കായാലും നമുക്ക് ഈ വണ്ടി ഓടുന്നു. ഒരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടെ ഈ ബോട്ട് ഓടും. 85 പേരുണ്ടെങ്കിലും ഈ ബോട്ട് ഓടും. ഇതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഏകദേശം എത്രയാണ്? കാര്യങ്ങളെല്ലാം സ്പെസിഫൈ ചെയ്യും. അത് നിങ്ങൾ ഡയറക്റ്റ് വിളിച്ച് സംസാരിച്ചാൽ മതി. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മള് ഫുഡ് തന്നെയാണ്, ലൈവാണ്, അടിപൊളിയായിട്ട് ഇവരുടെ ഫുഡ് കാര്യം. ഇപ്പം നമ്മുടെ മിഡ് ഫുഡൊക്കെ കഴിഞ്ഞിട്ടുള്ള അതില് കപ്പയും മീൻ കറി. കപ്പ എന്ന് പറഞ്ഞാൽ തനി നാടൻ കപ്പയാണ്. പിന്നെ തന്നെ കേരച്ചൂരയാണ് കറി, മീൻ കറി. വർത്തത്തിന്റെ ഇടയിൽ ഇത് മറന്നു. ഫോട്ടോ പിന്നെ ഉച്ചയ്ക്ക് കേരള ഡിഷസ് പരിപ്പ്, പുളിശ്ശേരി, അവിയൽ, തോരൻ, മെഴുക്കുവരട്ടി, അച്ചാർ, അങ്ങനെ നീണ്ടുപോകും. 8 വെജിറ്റേറിയൻ ഡിഷസ്, 3 നോൺ വെജും അടക്കം വരുന്നുണ്ട്. പിന്നെന്താ നൈറ്റ് എത്ര മണി വരെ ഉണ്ട്? 5 മണി വരെ 10 മുതൽ വൈകിട്ട് 5 മണി വരെ നീണ്ട 7 മണിക്കൂർ. അപ്പൊ 5 മണി കഴിഞ്ഞിട്ട് ടാറ്റ പറയണമെന്ന് പറഞ്ഞേ പറ്റുള്ളൂ. ബൈ പറഞ്ഞേ പറ്റുള്ളൂ. ഇനി ഞാൻ ഇവിടുന്ന് പോവാ, കാരണം 1 മിനിറ്റിന് മേലെ. ഇനി നമ്മുടെ ചേട്ടന്റെ പേര് മറന്നു ഞാൻ. പേര് മറക്കണ്ട. നമ്മുടെ മോഹനൻ ചേട്ടൻ അല്ലെങ്കിൽ എന്നെ ഇട്ടിട്ട് ഇവിടുന്ന് ഓടിപ്പിക്കും. വെള്ളത്തിൽ കൊണ്ടിട്ടല്ലേ അപ്പൊ സീറ്റിലിരുന്നോ? മോഹനൻ ചേട്ടൻ. രാജമാത രാജമാത കയറിയിരിക്കട്ടെ. ഓടിക്കാനൊരു ആഗ്രഹം. അപ്പൊ നിങ്ങൾ ഓടിക്കേ. നല്ലൊരു എക്സ്പീരിയൻസ്. ഇവിടെ വന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം മണിയമ്മയുടെ കൂടെ ഇരുന്നിട്ട്. പ്രായം കൊണ്ട് മൂത്തതാണ്, എന്നാലും മണിയമ്മ എന്ന് പറഞ്ഞാൽ ഇന്ന് അറിയുള്ളൂ ലോകം മൊത്തം. അമ്മയുണ്ട്. അമ്മ വിചാരിച്ചിട്ടാ എല്ലാരും വിളിക്കണം. അല്ല പേര് വിളിച്ചല്ലോ. എന്റെ രാധാമണി എന്നാണ് ഒറിജിനൽ നെയിം. അതെയോ? എല്ലാരും എന്നെ മണിയെന്ന് വീട്ടിൽ വിളിക്കും. അപ്പൊ എല്ലാരും അതിനോട് കൂടി അമ്മയും കൂടി ചേർത്തിട്ട് എന്റെ പേരക്കുട്ടികളടക്കം അങ്ങനെയാ വിളിക്കും. എങ്ങനെയുണ്ട് ഇവിടെ ഇരിക്കുന്നത്? വളരെ
വലിയ സന്തോഷം. ഇങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും സാധിക്കുമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു കാര്യമല്ല. സാധാരണ നമ്മൾ കാറോ ബൈക്ക് അല്ലെങ്കിൽ BMW എന്ത് സംഭവം ഓടിച്ചാലും മുമ്പിൽ വല്ല വണ്ടി വരുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. അയ്യോ മാറി നിൽക്ക് തട്ടുമുട്ടും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഇതില്ല. പിന്നെ മോഹനൻ ചേട്ടൻ്റെ ഒരു ധൈര്യം ഭയങ്കര ധൈര്യമാണ്, പുള്ളി ഉണ്ടല്ലോ എന്നുള്ളത്. അതെ, മോഹനൻ ചേട്ടാ വായോ, ആളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തണ്ടേ. നമ്മുടെ ഡ്രൈവറിനെ നേരത്തെ എന്താ പേര് പറഞ്ഞു? സ്രാങ്ക് എന്നാണ് പറയാ. ഈ കായലിന്റെ ഒരു ഹിസ്റ്ററി ഉണ്ടാവും, അത് ഇവർക്ക് അറിയാൻ പറ്റുള്ളൂ. അത് നമ്മൾ നിത്യവും പോകുന്ന വഴിയായതുകൊണ്ട് അതിന്റെ ഹിസ്റ്ററി ഒക്കെ നമുക്ക് ബൈഹാർട്ടാണല്ലോ. ഇതിന്റെ ലൈസൻസ് എടുത്തിട്ടില്ലല്ലോ. ലൈസൻസ് എടുത്ത് വെക്കുക അല്ലേ? ഇനി മാരി ടൈമിന് ക്ലാസ്സിലിരിക്കണം. ക്ലാസ്സിലൊക്കെ ഇരിക്കും. എന്താന്ന് ഞാൻ 2023 ഡിപ്ലോമ ഓട്ടോമൊബൈൽ ഡിപ്ലോമ പോളിടെക്നിക്കിൽ നിന്ന് എടുത്ത്. മാരി ടൈമിൽ പോകണമെന്നൊന്നും എനിക്ക് വിഷയമല്ല. ഇനി ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, ലൈസൻസ് വേണമെന്ന് വെച്ചാൽ ഇങ്ങടെ ആൾക്കാർ അപ്പൊ ഇനി ചിലപ്പോ അടുത്ത അപ്കമിങ് വ്ളോഗിലൊക്കെ നമ്മുടെ മണിവൻ ചേച്ചിയുടെ പുതിയത് ഇങ്ങനെ ലൈസൻസ് ഇനി ഇതിന്റെ കൂടി ഇൻക്ലൂഡ് ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഓടിച്ചോ, ഞങ്ങൾ പിന്നിലിരിക്കുന്നുണ്ട്. JK റോയൽ ക്രൂസ് നമുക്ക് വേണ്ടി ഒരുപാട് ആക്ടിവിറ്റീസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. മാജിക് ഷോ, ഡാൻസ്, അങ്ങനെ പല പല ആക്ടിവിറ്റീസ് ആയിട്ട് നമ്മളെ ഫുൾ ഡേ എൻഗേജ് ചെയ്തിരുന്ന ഒരു സമയം പോയതേ അറിഞ്ഞില്ല. അത്രയും അധികം ആസ്വദിച്ച ഒരു നിമിഷമായിരുന്നു. ഒരു ഡേ ഫുൾ ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. അപ്പോൾ ഇവിടെ AC കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ TV സെറ്റപ്പും എല്ലാതും ഉണ്ട്. തിരക്കും ഉണ്ട് അതനുസരിച്ചിട്ട്. പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് റെസ്റ്റ് റൂമും വരുന്നുണ്ട്. അത് ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അത്യാവശ്യം ഒരു നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ 2 റൂമുണ്ട്. ഒരു റൂം ഇവിടെയാണ്. ഞാനൊന്ന് കയറിക്കോട്ടെ. മണിച്ചിത്രത്താഴത്തെ പോലത്തെ നല്ല അടിപൊളി വാതിലല്ലേ, സെറ്റപ്പ്. പിന്നെ അകത്തേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് നല്ല വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസും നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ഫാൻ, AC എല്ലാം സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇപ്പുറത്തെ ഒരു പോർഷനിൽ നമുക്ക് ബെഡ്റൂം ഏരിയയും വരുന്നുണ്ട്. ബാത്റൂം അതുപോലെ തന്നെ ഒരു വാൾഡ്രോപ്പ് പോലെ ഒരു സെറ്റപ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നമുക്ക് താമസിക്കുമ്പോൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസ്റ്റ് റൂം. ഇതേ സെയിം റൂം തന്നെ നമുക്ക് ഒരു സ്പേസും കൂടി വരുന്നുണ്ട്. 2 ബെഡ്റൂമാണ് വരുന്നത്. ഒരു ബെഡ്റൂം ഇപ്പുറത്തെ സൈഡും വരുന്നുണ്ട്. നല്ലൊരു അടിപൊളി വൈബാണ് കേട്ടോ. ഒരു ഹായ് ഒക്കെ പറയാം. 3 സിങ്ക്, വാഷിംഗ് മെഷീൻ, അത് കൂടാണ്ട് പിന്നെ ഇവിടെ ഒരു നമ്മുടെ കിച്ചു ഹായ്. ഒരു വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുക വെറുതെ. അറിയാലോ, ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല. റെസ്റ്റ് ആണോ? പോണില്ലേ? ഞങ്ങളുടെ നാടല്ലേ, ഞങ്ങളുടെ സ്ഥിരോടുള്ളതാണ്. അപ്പൊ വീട്ടിലേക്ക് വരാം, മതിയായിട്ടിരിക്കാന്നല്ലേ. അപ്പൊ ഞാനൊന്ന് വ്ളോഗ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പൊ ഇതേ സെയിം സ്പേസ് തന്നെ നമുക്ക് അപ്പുറത്തെ സെയിം സ്പേസ് തന്നെ ഇവിടെ വരുന്നുണ്ട്. ചെറിയൊരു ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തും ഒരു ബാത്റൂം സ്പേസ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്പേസ് ഇവിടെ ബാത്റൂമും വൈബും സൂപ്പർ. അപ്പോൾ അടിയിൽ 2 ബാത്റൂമും 2 ബെഡ്റൂമും വരുന്നുണ്ട്. മോളിൽ എന്ന് വെച്ചാൽ ഫുൾ ചില്ലാണ്. ചില്ലല്ലേ, ഡാൻസ് ഒക്കെ കളിച്ചില്ലേ നമ്മൾ? വൈബല്ലേ ഇത്? ശരിക്കും ഇവിടെ അടുത്താണോ കിച്ചുവിൻ്റെ സ്ഥലം? എൻ്റെ പുനലൂർ എന്ന് പറയും, ഏകദേശം ഒരു 40 കിലോമീറ്ററേ ഉള്ളൂ. എന്നാൽ പോലും ഞാൻ പഠിച്ചിരുന്ന സമയത്തെ ഞങ്ങൾ സ്ഥിരം വന്നിരുന്ന സ്ഥലങ്ങളായതല്ല. അത്രയ്ക്കും വൈബുള്ള സ്ഥലം. അതെ, ചില്ല ചെയ്യാനായിട്ട് പറ്റിയ സ്ഥലം. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വരുന്ന ഇതണക്ക് വള്ളത്തിനകത്ത് വെയിലൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇത്ര ലക്ഷറി ആയിട്ട് വരുന്നത് ഇത് ആദ്യമായിട്ട്. അടിപൊളിയായിട്ട് ഇവരുടെ JK ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളി ക്രൂസാണ്. JK റോയൽ ക്രൂസ്. അപ്പോൾ ഞാൻ മുകളിലത്തേക്കും കൂടി ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് വരാം കേട്ടോ. ശരി, ബൈ. അപ്പോൾ ഇത് കൂടാണ്ട് നമുക്ക് മുകളിലൊരു ഫ്ലോറും കൂടി വരുന്നുണ്ട്. മുകളിലത്തെ ഫ്ലോർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുന്ന് എൻജോയ് ചെയ്യാനും അതുപോലെ ഫുൾ എല്ലാവരും ഒരു 85-90-100 ആൾക്കൊക്കെ ഇരിക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു 2 ഫ്ലോർ ആയിട്ടുള്ളത്. മുകളിലും ബാത്റൂം വരുന്നുണ്ട്. മുകളിലൊരു 2 ബാത്റൂമും മുകളിലും വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 4 ബാത്റൂമാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. ഫുൾ ഒരു 7 hours ഇതിനുള്ളിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ. ഇനി നമ്മളെ എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. എവിടെയാണെന്ന് അറിയില്ല, നോക്കട്ടെ. ഇതാ എല്ലാവരും വരൂ. 1 second. ഇനി നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ ബോട്ടിലേക്ക് പോകണത്, അത് എവിടേക്കാണ് കൊണ്ടുപോകണം എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. എന്തായാലും ഞാനും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് സെറ്റ് ആവട്ടെ, എല്ലാം കൂടിയിട്ട് എവിടെയാണ് ലൈഫ് ജാക്കറ്റ് കിട്ടാൻ നോക്കട്ടെ. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് JK റോയൽ ക്രൂസിൽ അഷ്ടമുടി കായലിലൂടെയാണ് ഒരു ദിനം നമ്മൾ ചെലവഴിച്ച് പോകുന്നത്. ഇപ്പം കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറയുന്നത് വലത് സൈഡിൽ കാണുന്നതാണ് പെരിങ്ങാലം ധ്യാന കേന്ദ്രം എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ പെരിങ്ങാലം ധ്യാന കേന്ദ്രം മാർത്തോമയുടെ തന്നെ ഒരു ചർച്ച ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇത് വളരെ മനോഹരമായ കാഴ്ചകളുള്ള ഒരു സ്ഥലം കൂടി ആണ്.
ഇത് നമ്മളിപ്പോൾ ഊണ് കഴിക്കുന്നതിന് മുന്നത്തെ ഒരു യാത്രയാണ്. ഒരു ഹാഫ് ആൻഡ് അവേഴ്സിൻ്റെ ഒരു യാത്രയാണ് വരുന്നത്. അപ്പോൾ ഇത് 3 ബോട്ട്. ഇപ്പോൾ എത്ര നമ്മൾ എത്ര ആൾ ബോട്ടിലൂടെ 15 പേര് വീതം 6 ബോട്ടിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ലൈഫ് ജാക്കറ്റ് കാര്യങ്ങൾ ഓപ്പൺ ബോട്ടിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. പിന്നെ ലൈഫ് ജാക്കറ്റ് തരുന്നത്. അതെ, ലൈഫ് ജാക്കറ്റ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് ജാട പിടിച്ചിരുന്നതാണ്. ജാക്കറ്റൊക്കെ ലൈഫ് ജാക്കറ്റൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ ഒരു ബോട്ടിൽ നമുക്ക് 15 ആളാണ് സിറ്റി. അത് വെയിറ്റ് അനുസരിച്ചിട്ട് നോക്കിയിട്ടാണ് എടുക്കത്തുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ 6 ബോട്ട് പോകുന്നുണ്ട്. അപ്പോൾ പിന്നാലെ ഓരോരുത്തർ പിന്നീട് നമ്മുടെ ഗ്രൂപ്പിലത്തെ ഒരു ബോട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇനി ഇത് കൂടാണ്ട് വേറെ ഏതൊക്കെ സ്ഥലം വരുന്നത്? നമ്മളിനിയോ നമ്മൾ ഇവിടെ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, കാണുന്നുണ്ട്. എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ സാമ്പ്രാണിക്കൊടി എന്നൊരു ഐലൻഡ് നമുക്കുണ്ട്. വെള്ളത്തിൽ ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയുണ്ട്. അത് ലഞ്ചിന് ശേഷമായിരിക്കും നമ്മൾ ആ ആക്ടിവിറ്റിയിലോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു തൊപ്പിയും അതുപോലെ നമുക്ക് വെയിൽ കൊള്ളാണ്ടിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ തന്നെ റെഡിയാക്കിയിട്ട് വരാം. ഇതൊന്നും പ്രതീക്ഷിച്ചത് നമുക്ക് സോഷ്യൽ മീഡിയ കൂടെ ഭയങ്കര പരിചയമായിട്ടുള്ള സംഗതിയാണ് സാമ്പ്രാണിക്കോടി എന്ന ഐലൻഡ് തന്നെയാണ്. മുട്ടോളം വെള്ളമുള്ള ഒരു ഏറ്റവും ആഴം കൂടിയ കായലിലെ മുട്ടിന് താഴെ മാത്രം വെള്ളമുള്ള ഒരു ദ്വീപാണ്, ഐലൻഡാണ് സാമ്പ്രാണിക്കോടി എന്ന് പറയുന്ന സ്ഥലം. അവിടെ നമുക്ക് ധാരാളം മത്സ്യസമ്പത്തുള്ള കക്ക, ഞണ്ട്, മുരിഞ്ഞ, വളരെ മനോഹരമായ ഒരു വൈബ് യാത്രയായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഇതിന് ശേഷം ലഞ്ചിന് ശേഷം അത് കാണുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. ലക്ഷറി വയ്യാണ്ടായാലും കിടക്കാൻ ബെഡ്റൂം ഉണ്ട്. അത് ആദ്യം തന്നെ നമ്മൾ നോക്കുന്ന പെണ്ണുങ്ങൾ എന്ന് പറയാൻ ബാത്റൂം ഉണ്ടോ എന്നുള്ളതാണ്. അതിനും സൗകര്യമുണ്ട്. അത് 1 2 ഒന്നല്ല 4 ഉണ്ട്. അതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. താഴെ 2 മുകളിൽ 2. അങ്ങനെ സാധാരണ എല്ലാവരും ബോട്ടിനെ കുറിച്ച് പറയും. അതിന് എത്ര ആൾക്ക് ഇരിക്കാമെന്ന് പറയാം. നമ്മൾ ലേഡീസിനെ ആദ്യം നോക്കണത്. അതെ, അതുണ്ട്. എന്തായാലും ധൈര്യമായിട്ട് പോന്നോ. കേജ് സിസ്റ്റം എന്നാണ് ഈ സിസ്റ്റത്തിനെ അറിയപ്പെടുന്നത്. കേജ് സിസ്റ്റം മീൻസ് കൂട്ടിലിട്ട് വളർത്തുന്നത്. ഇതാണ് ഫൗണ്ടേഷൻ അടിച്ചുണ്ടോ, കൂട്ടിലിട്ട് വളർത്തുന്നില്ലേ. 4 സൈഡും ഫൗണ്ടേഷനാണ്. ഇതിനകത്ത് ഇതേ വെള്ളം ഉപയോഗിച്ച് തന്നെയാണ് വർക്ക് ചെയ്യിക്കുന്നത്. മരത്തിൽ കയറാൻ പറ്റുമോ? മരത്തിൽ കയറാൻ പറ്റും. ഈ മോഡൽ മരത്തിൽ നമ്മൾ കയറും. പറ്റും. സാമ്പ്രാണിക്കൊടിയിൽ ഇറങ്ങാൻ പറ്റും. ഇതിൻ്റെ പേരാണ് ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ട് അവിടെ എത്തുമ്പോൾ തന്നെ പറയാം. ഇതിൻ്റെ പേരാണ് ഭ്രാന്തൻ കണ്ടൽക്കാട് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതിൻ്റെ പേര് ഭ്രാന്തൻ കണ്ടൽക്കാടാണ് പറയുന്നത്. കാരണം ഇതിൻ്റെ ശിഖരത്തിൽ നിന്നാണ് ഇതിൻ്റെ വേരെല്ലാം ഇറങ്ങി താപ്പോട്ട് കിളിക്കുന്നത്. നല്ല ബലമുള്ളൊരു മരം കൂടിയാണ്. ഇതാണ് എൻ്റെ വേരെന്ന് പറയുന്നത്, റൂട്ട് എന്ന് പറയുന്ന സാധനം കണ്ടോ. ഇതെല്ലാം നേരെ കിളിച്ച് നേരെ വെള്ളത്തിലോട്ടാണ് ഇറങ്ങുന്നത്. ഇത് ഉപ്പുവെള്ളമാണ്. അഷ്ടമുടി കായല വെള്ളത്തിന് ഉപ്പ് രസമുണ്ട്. കാരണം കടലുമായിട്ട് സംഗമിക്കുന്നതുകൊണ്ട് ഉപ്പ് രസം വരുന്നത്. ഇതാണ് സീഡ്. ഇതാണ് കുത്തി വെച്ചിട്ട് മരമായി മാറുന്നത്. ഇതേ വലിയ മരത്തിന്റെ വിത്താണ് സീഡ് എന്ന് പറയുന്നത്. ഈ മരത്തിൽ നമുക്ക് കയറാൻ പറ്റുമോ? കയറാൻ പറ്റും. അത്രയ്ക്ക് ഉറപ്പുള്ള ഒരു മരമാണ്. അത്രയും ഉറപ്പുള്ള മരമായതുകൊണ്ട് തന്നെ ഒന്ന് കയറി നോക്കാന്ന് വിചാരിച്ചു. അപ്പം തന്നെ മനസ്സിൽ കുട്ടിക്കാലം ഓർമ്മ വന്നിട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് വെച്ചടിച്ച് അങ്ങോട്ട് കയറാൻ നോക്കി. കയറുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ വേര് വെള്ളത്തിലാണ് നിൽക്കുന്നത്. അപ്പം എത്രത്തോളം സ്ട്രോങ് ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഒക്കെ പേടി ഉണ്ടായിരുന്നു. 2ാമത്തെ 3ാമത്തെ സ്റ്റെപ്പ് വെച്ചപ്പോഴാണ് ഒരു ഉറപ്പ് വന്നത്. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മരം തന്നെയായിരുന്നു. ഒരു ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. വെള്ളത്തിൻ്റെ അടിയിൽ ആ ഒരു മരം, ചുറ്റും വെള്ളം, നടുക്കിലും മരം, അതിന് മുകളിൽ ഞാൻ. ശരിക്കും ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ഒരു തവണയെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഈ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ വേറൊരു സ്ഥലത്ത് കിട്ടില്ല. നമുക്ക് കയറണമെങ്കിൽ അങ്ങോട്ട് തന്നെ പോകണം. ആർച്ചിലോട്ടാണ് വെള്ളം കയറി പോകാൻ പോകുന്നത്. വെള്ളം കുറവാണ്ട് ഒരുപാട് നമുക്ക് അധികം കയറാൻ പറ്റത്തില്ല. കുറച്ചുകൂടെ നമുക്ക് ഓടി കയറുന്നതാണ്. ഇതിനെല്ലാം വേരുകളാണ്. ആ മുകളിലോട്ട് കുറ്റി പോലെ നിൽക്കുന്നതെല്ലാം എൻ്റെ വേരുകളാണ്. ശിഖരത്തിൽ നിന്നാണ് ഈ മരത്തിന്റെ വേരെല്ലാം താപ്പോട്ട്. ഇത് കണ്ടൽക്കാടുകൾ. ഈ നേരത്തെ കണ്ടത് ശിഖരത്തിൽ നിന്നാണ് ഇതിന്റെ വേരെല്ലാം. നമ്മൾ നേരത്തെ കണ്ട മരത്തിന്റെ പ്രത്യേകത ശിഖരത്തിൽ നിന്നാണ് എല്ലാം വേരിറങ്ങി താപ്പോട്ട് വിളിച്ചത്. ഈ മരത്തിന്റെ പ്രത്യേകത ഭൂമിയുടെ അടിയിൽ നിന്നാണ് വേര് മുകളിലോട്ട് കിളിച്ച് കയറുന്നത്. നമുക്ക് കാണാൻ പറ്റും. നേരത്തെ നമ്മൾ കണ്ടത് ശിഖരത്തിൽ നിന്ന് വേരിറങ്ങി താഴോട്ട് കിളിച്ചതും. സാധാരണ മരത്തിന്റെ വേര് ഭൂമിയുടെ അടിയിലോട്ടാണ് കിളിച്ചു പോകുന്നത്. ഇത് ഭൂമിയുടെ അടിയിൽ നിന്ന് മുകളിലോട്ട് കിളിച്ച് കയറുന്നതാണ്. ഇതിന്റെ വേരുകളല്ല, ഇത് ശ്വസന വേരെന്നാണ് അറിയപ്പെടുന്നത്. അഥവാ ബ്രീത്തിങ് എയർ എന്നാണ് അറിയപ്പെടുന്നത്. ബ്രീത്തിങ് റൂട്ട്. പ്യുവർ ഓക്സിജൻ കിട്ടുന്ന സ്ഥലം കൂടിയാണ്. ഇവിടെ നല്ല തണുപ്പായിരിക്കും, ഇവിടെ നല്ല കാമായിരിക്കും. നേരത്തെ നമ്മൾ കണ്ടത് ശിഖരത്തിൽ നിന്ന് നേരെ താഴോട്ട്. കുറച്ചുകൂടെ വളരും. കുറ്റി പോലെ എല്ലാം കിളിച്ച്. ഇതെല്ലാം ചെറിയ മരങ്ങളാണ്, ചെറിയ വേരുകളായിട്ട് മാറിയത്. ഇല്ല, ഇതെല്ലാം വേരുകളാണ്. അതിന്റെ വേരുകളാണ്. അടിപൊളി വൈബ്, സൂപ്പർ.
ഇത് വേണമെന്ന് വെച്ചാൽ കുറെ ഉള്ളിലേക്ക് പോകില്ല. ഇനി കുറച്ചുകൂടെ പോകും. വെള്ളം കുറവായതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് അകത്തോട്ട് പോകാൻ പറ്റാത്തത്. അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ അകത്തേക്ക് പോയാൽ മൊത്തം ഇത് തന്നെയാ. ഇത് കേട്ട് കേൾവിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം നേരിട്ട് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ ഒരു സന്തോഷം ഒരുപാടുണ്ട്. ഇനി ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ JK റോയൽ ക്രൂസ് എന്നുള്ള ബോട്ടിലേക്ക് പോവാണ് കേട്ടോ. ഏകദേശം 3 മണിക്കൂറത്തോളം ഞങ്ങൾ യാത്ര ചെയ്തിട്ട് ഇതാ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 2ാമത്തെ ബോട്ട് ഇനി ഇറങ്ങേണ്ട കാര്യം ഒരു സീനാണെന്ന്. എങ്ങനെയുണ്ടായിരുന്നു വൈബ്? പൊളി. എല്ലാവരും പുറത്ത് പോയി വന്നതിൻ്റെ ക്ഷീണം. അപ്പോൾ ക്ഷീണമൊക്കെ മാറി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ലഞ്ച് ടൈമാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ കിച്ചൺ. അപ്പോൾ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ വൈബ് നോക്കട്ടെ. ലൈവാണ് കേട്ടോ, മൊത്തം ലൈവ് ഫ്രഷ് മീനാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിപൊളി. ഇതേതാ മീൻ? ഇതെന്താ ചെയ്യണേ? ഞണ്ടാ? കൊഞ്ച് ഫ്രൈയാ? ഒന്ന് കാണാല്ലേ ഇവിടുന്ന് ഒക്കെ പുക പോലെ. ഫ്രൈ, കൊഞ്ച് ഫ്രൈ, ഓരോരുത്തർക്ക് ഓരോന്ന് വെച്ചിട്ട് ലൈവ് ഫ്രഷ് അല്ലേ? ഫ്രഷ് ഒക്കെ കിച്ചൺ, നമ്മുടെ ഇവിടുത്തെ കിച്ചണിൽ നിന്ന് ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണ് നമുക്ക് ലഞ്ചായിട്ട് തരുന്നത്. ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും എല്ലാ ഐറ്റംസും ഇവിടെ ഫ്രഷ് തന്നെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലൈവായിട്ട് തന്നെ ഇതൊക്കെ ലൈവ്. വെജ് വേണോ നോൺ വെജ് വേണോ എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഫ്രഷ്. ഞാൻ അറിയാട്ടെ, വലിയ കൊഞ്ച്, കിടക്കട്ട വരണം, ചോറ്. അപ്പം ഇനി നമുക്ക് മുകളിൽ പോകാം. ഫ്രഷ് ആയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം ചൂട്ടോടെ. അപ്പം നമ്മുടെ ഉച്ചത്തെ ഊണിന് എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം? നമ്മൾ ഇന്ന് നമുക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കമ്പിൽ കോർത്ത കൊഞ്ചാണ്. ഇത് കമ്പിൽ കോർത്ത കൊഞ്ചാണ്, കണ്ടല്ലോ. ഇത് അഷ്ടമുടി കായലിൽ തന്നെ പിടിക്കുന്ന കൊഞ്ചാണ്. അഷ്ടമുടി കായൽ നല്ല മത്സ്യവിഭവങ്ങൾക്ക് വളരെ പേരുകേട്ടതാണ്. അപ്പോൾ ഇത് കമ്പിൽ കോർത്ത കൊഞ്ച്. ഇത് നാടൻ ബീഫാണ്, ബീഫ് ഉലർത്തിയത്. ഇത് നമ്മുടെ ഞണ്ട് റോസ്റ്റാണ്. എല്ലാം ഫ്രഷ്, എല്ലാം ഇവിടുത്തെയാണ്. ഇത് കൂടാതെ ഇത് പിന്നെ പെപ്പർ ഇട്ട് വെച്ച ചിക്കൻ കറിയാണ്. പെപ്പറിനകത്താണ് ഇത് പാചകം ചെയ്തിരിക്കുന്നത്. നാടൻ രീതിയിലാണ്. ഇതിനകത്ത് ഒരു രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സും ഇല്ല. നാടൻ എന്താണോ. കൊല്ലത്തെന്ന് പറയുന്നത് ഭക്ഷ്യ വിഭവങ്ങൾക്ക് വളരെ പേരിട്ട സ്ഥലമാണ്, പ്രത്യേകിച്ച് സീ ഫുഡിന്. അപ്പം ഞങ്ങളിതെല്ലാം ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇനി കരിമീൻ പൊരിച്ചതുകൊണ്ട് അതുകൂടെ ഒക്കെ ആകുമ്പോൾ ഇതിന്റെ ഇന്നത്തെ നോൺ വെജ് ഡിഷസ് എല്ലാം ആവും. ഇത് കൂടാണ്ട് നോൺ വെജ് കൂടാണ്ട് വേറെ എന്താ ഐറ്റംസ് വേറെ നമുക്ക് നോൺ വെജ് കൂടാണ്ട് ഇവിടെ വെജും ഉണ്ട് കേട്ടോ. ഇനി നോൺ വെജുകാർക്ക് മാത്രമല്ല. ഒരു സെക്കൻഡ് ഒരു ഗ്യാപ്പ്. ഭയങ്കര ബഹളം, ഫുഡ് കഴിക്കാനുള്ള ബഹളമാണ് ഈ കാണുന്നത്. പിന്നെന്താണ് ഇവിടുത്തെ? നമുക്ക് ഇത് കൂടാതെ പരിപ്പുണ്ട്, സാമ്പാറുണ്ട്, അവിയലുണ്ട്, പുളിശ്ശേരിയുണ്ട്, തോരനുണ്ട്, അങ്ങനെ എല്ലാ 8ഓളം വെജ് ഡിഷസ്. അതുപോലെ തന്നെ നമുക്ക് പിക്കിൾസ് ഉണ്ട്. എല്ലാം ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കും. ഇത് തോരനാണ്, ക്യാബേജ് തോരനാണ്. ഇത് വെഴുക്കുവരട്ടയാണ്. ഇത് ഇനി വരാൻ പോകുന്നത് വെജ് സാലഡാണ്. ഇനി പിക്കിൾസ് വരും, അവിയൽ വരും, സാമ്പാർ വരും, പുളിശ്ശേരി വരും. 8 വെജ് ഡിഷസ്, വെജ് സലാഡ്, ഫ്രൂട്ടിൻ്റെ പ്ലേറ്റർ, അങ്ങനെ എല്ലാ ഐറ്റങ്ങളും. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് ഇത് കഴിയുമ്പം ഐസ്ക്രീം ഉൾപ്പെടെ ഉള്ളതാണ് നമ്മൾ തരുന്നത്. വിഭവ സമൃദ്ധമാണ്, അടിപൊളി, 5 സ്റ്റാർ ആണ്. തൃപ്തിയായി. 5 സ്റ്റാറിൽ പോയാലും ഇതുപോലെ കിട്ടില്ല. അതിനേക്കാളും അതും ഫ്രഷ് ഫുഡാണ്, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. ഒരു രീതിയിലും വയറ്റിന് ഒരു പ്രോബ്ലം വരത്തില്ല. 100% ഗ്യാരണ്ടി. കഴിയുമ്പോഴേക്കും വേഗം ഓടട്ടെ. അവിടെ തിരക്കൊന്ന് കാണിച്ച് ഫുഡ് കഴിക്കാനുള്ള തിരക്കൊന്ന് കാണിച്ച് ഞാൻ ഓടട്ടെ. കിട്ടില്ല. നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അടുത്തൊരു സ്ഥലത്തേക്കാണ് നമ്മളെ കൊണ്ടുപോകാൻ പോണത്. അപ്പോൾ അവിടെ നമുക്ക് ഇറങ്ങാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. വെള്ളത്തിൽ മുട്ട് വരയ്ക്കൊക്കെ കാല് നനയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെയാണ് സ്ഥലം. എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരും ഒരു 8 ആൾ 10 ആളുടെ ട്രിപ്പാണ് കേട്ടോ പോണത്. ഒരു ചെറിയ ബോട്ടിലായിട്ടാണ് അവിടെ പോയിട്ട് എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നിൽക്കണം. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള സ്ഥലം എന്താണെന്ന് അവിടെ ചെന്നിട്ട് നോക്കാം നമുക്ക്. ഇതാണ് സാമ്രാണി കുടി എന്ന് പറയുന്ന സ്ഥലം. എന്താ നമ്മൾ ഓരോരുത്തർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇറക്കും. മുട്ടിൻ്റെ അവിടെ വരയ്ക്കുള്ള വെള്ളം ഉണ്ടാവുള്ളൂ കേട്ടോ, ഈ ഒരു പോർഷനിൽ മാത്രം. അപ്പോൾ ഇവിടെ എങ്ങനത്തെ വൈബ് ആണെങ്കിലും നമുക്ക് ആക്കാം. അപ്പോൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള കുറേ ആൾക്കാരുണ്ട്. ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ വന്നവരുള്ളതാ. ഇറങ്ങിയില്ലേ?
ഇറങ്ങാൻ പോവാണ്. സാമ്പ്രാണി കുടിയിൽ നിന്ന് തിരിച്ച് നമ്മൾ നമ്മുടെ ആ ഒരു ലക്ഷറസ് JK റോയൽ ക്രൂസിലേക്ക് പോവാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ഇനിയും നമുക്ക് വേണ്ടി അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. വൈൻഡപ്പ് ചെയ്യാനായിട്ട് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇനി ഒരു 5:30-6 മണി സമയമായിട്ടുണ്ട്. കുറച്ച് നേരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സമയമായിട്ട്. പക്ഷേ ഒരു രാത്രി കൂടി കിട്ടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത്രയും അധികം ലക്ഷറിയസ് ആയിരുന്നു അവരുടെ എല്ലാ സർവീസസ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അടിപൊളി ഒരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. ഏകദേശം ഫുൾ വൈബ് കംപ്ലീറ്റ് ആയി. ഇപ്പൊ സമയം ഒരു 6-6:30 സമയമാണ് കേട്ടോ. ഇപ്പോഴും ആൾക്കാർ അവിടെ ഉണ്ട്, ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോരുത്തരോരുത്തർ. അപ്പൊ നമ്മള് കംപ്ലീറ്റ് ചെയ്തു നമ്മുടെ ഈ ഒരു ട്രിപ്പ്. ഫുൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വേർപ്പൊക്കെ കണ്ടറിയാം. ഫുൾ ടോട്ടലി DJ ഡാൻസ് പാർട്ടി അങ്ങനെ എല്ലാ തരം ഫുഡ് നിങ്ങളൊക്കെ കണ്ടിട്ടാണ് വീഡിയോയിൽ. അപ്പോൾ ഇത് ലൊക്കേഷൻ വരുന്നത് നമുക്ക് കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു കൊല്ലം ഹൗസ് ബോട്ടിംഗ് JK റോയൽ ക്രൂസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങോട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ അഡ്രസ്സ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം കേട്ടോ. ജസ്റ്റ് KRCT ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ഹൗസ് ബോട്ടിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടിപൊളി ഒരു വൈബായിരുന്നു കേട്ടോ. ഫാമിലിക്കൊക്കെ വരാൻ പറ്റിയൊരു ട്രിപ്പാണ്. അപ്പം ആദ്യം തന്നെ CCOK കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരള റോബിൻ ചേയോടാണ് താങ്ക് യു പറയേണ്ടത്. കാരണം അവർ കാരണമാണ് നമുക്ക് ഇങ്ങനെ ഒരു മീറ്റപ്പ് അറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വൈബിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. എല്ലാവരും കൂടി അരുൺ കൊതിയൻസ് വാ ഒരു ബൈ പറഞ്ഞ എല്ലാവരും കൂടി വാ. കുറേ പേര് ഇനിയും ഉണ്ട് കേട്ടോ ഉള്ളിൽ. എല്ലാവരും കൂടിയിട്ട് ഒരു ബൈ പറയാം. അപ്പം നമ്മുടെ ഈ വീഡിയോ കൂടെ എൻഡ് ചെയ്യാണ്. ബൈ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.